UDID കാർഡുകൾ, അതോടെ നമ്മൾ ഇപ്പം പറഞ്ഞ മാലിന്യമുക്ത നവകേരളത്തിന്റെ ക്യാമ്പയിനുകൾ, ഇതെല്ലാം ടീച്ചറിന്റെ പ്രത്യേക നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന ഓഫീസ് അധ്യാപകരെ, NSSന്റെ നേതൃത്വത്തിൽ കേരളത്തിലാകെ 3000-ഓളം സ്നേഹാരാമങ്ങൾ മാലിന്യം കൊണ്ട് തള്ളി വൃത്തികേടാക്കിയിരുന്ന സ്ഥലങ്ങൾ വീണ്ടെടുത്ത് ശുചീകരിച്ച് 3000-ഓളം സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്ന ഈ പരിപാടിക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം നാലാഞ്ചിറയിലോ മറ്റോ നടന്നൊരു പരിപാടിക്ക് എന്നെ NSSന്റെ ഒരു പരിപാടിയിൽ അതിഥിയായി ക്ഷണിച്ചിരുന്നു. അവിടെ വെച്ചാണ് ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. NSSന്റെ ദശദിന ക്യാമ്പിനോടനുബന്ധിച്ച് ഇത്തരമൊരു കാര്യം ചെയ്തുകൂടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പിന്നീടത് NSS മാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഏറ്റെടുക്കുകയും അതിനെ ഞങ്ങൾ അന്ന് കണ്ടതിനേക്കാൾ വലിയ ഒരാശയമായി വികസിപ്പിക്കുകയും ഇപ്പോൾ 3000-ഓളം സ്നേഹാരാമങ്ങൾ മാലിന്യം തള്ളിയിരുന്ന ഗാർബേജ് വൾണറബിൾ പോയിന്റ്സ് ആയിട്ട് കണക്കാക്കിയ 3000-ഓളം ഇടങ്ങൾ വൃത്തിയാക്കി മനോഹരമാക്കിയിരിക്കുകയാണ്. അപ്പൊ നന്ദി മാത്രമല്ല, NSSന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോടുമുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. കാരണം ഇതുപോലൊരു കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഇടപെടലും നേതൃത്വപരമായ പങ്കുമാണ് ബഹുമാന്യായിട്ടുള്ള മന്ത്രി നിർവഹിച്ചത്. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മന്ത്രിയോട് സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പൊതുവിലൊരു നിർദ്ദേശം കൊടുക്കും, അത് കുറെയൊക്കെ നടക്കും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. മന്ത്രി അതിൽ എത്രമാത്രം എഫർട്ട് എടുത്തു എന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. പേര് കണ്ടെത്തുന്നതിൽ വരെ മന്ത്രി ഒരു പേരിടൽ വിദഗ്ധയാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. സ്നേഹാരാമം എന്ന മനോഹരമായ പേര് യഥാർത്ഥത്തിൽ മാലിന്യം നീക്കി വൃത്തിയാക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതിനെ വേറൊരു തലത്തിലേക്ക് ഉയർത്താൻ ഈ പ്രവൃത്തിക്കും അതിന് കൊടുത്ത പേരിനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, ഈ UDIDക്ക് തന്മുദ്ര എന്ന മനോഹരമായിട്ടുള്ള പേര് മന്ത്രിയുടെ സംഭാവനയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഓർമ്മ വന്നത് ദക്ഷിണാശാലിയായ P. ഗോവിന്ദപിള്ള ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനും തത്തുല്യമായ മലയാള പേര് കണ്ടെത്തിയതാണ്. P. ഗോവിന്ദപിള്ള ഹാർഡ്വെയറിനുള്ള മലയാളവും സോഫ്റ്റ്വെയറിനുള്ള മലയാളം അദ്ദേഹം നിർദ്ദേശിച്ചു. ഖരസാമഗ്രി, മൃദുസാമഗ്രി എന്ന്. ഏതാണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. അത് ബഹുമാന്യായിട്ട് മന്ത്രിയെ കുറെ കാലമായിട്ട് അറിയാമെങ്കിലും ഇങ്ങനെ ഒരു വൈദഗ്ധ്യം, പേരിടുന്ന കാര്യത്തിൽ ഒരു വൈദഗ്ധ്യമുണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇനി വേണമെങ്കിൽ തദ്ദേശ വകുപ്പിനും ചില നല്ല പേരുകൾ നിർദ്ദേശിക്കാവുന്നതാണ്. ഇത് വലിയ ഒരു ഇടപെടലാണ്. കേരളത്തിൽ മാലിന്യമുക്ത ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മാലിന്യമുക്തമായ ഒരു നവകേരളം നിർമ്മിക്കാനുള്ള ഒരു കൂട്ടായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലാണ് നാഷണൽ സർവീസ് സ്കീം നടത്തിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ 200 സ്ക്വയർ ഫീറ്റ് ഒരു സ്നേഹാരാമം എന്ന് കണക്കാക്കിയാൽ 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലങ്ങൾ മാലിന്യം തള്ളി വൃത്തികേടായിരുന്ന സ്ഥലങ്ങളാണ്, മലിനമായിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ വീണ്ടെടുത്ത് നാം മനോഹരമാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുക എന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് നിലനിർത്തി കൊണ്ടുപോവുക എന്നത്. അപ്പം അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമുണ്ട്
എന്ന് വിചാരിക്കുന്നു. കുട്ടികൾ ഉണ്ടാക്കി, ഇനി അവർ തന്നെ നോക്കിക്കോട്ടെ എന്ന ഒരു സമീപനം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. അത് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം തീർച്ചയായിട്ടും കൊടുക്കാം. ശുചിത്വ മിഷനും ഇതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. NSSന് മാർഗനിർദ്ദേശവും പിന്തുണയും സഹായവും സാമ്പത്തികമായ സഹായം ഉൾപ്പെടെ ശുചിത്വ മിഷൻ നൽകിയിട്ടുണ്ട്. ശുചിത്വ മിഷനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇത് പുതിയ തലമുറ കേരളത്തിന് സമ്മാനിക്കുന്ന ഒരു മാതൃകയാണ്. ശുചിത്വത്തിന്റെ കാര്യത്തിലുള്ള പുതിയ തലമുറയുടെ ഒരു കരുതൽ കൂടി ഇതിൽ നമുക്ക് കാണാം. 2 മാതൃകകളുണ്ട്. കുറച്ചു ദിവസം മുമ്പാണ് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ രാവിലെ നടക്കാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ച. മറൈൻ ഡ്രൈവിൽ ധാരാളം വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ വേസ്റ്റ് ബിന്നിൽ ഒന്നും മാലിന്യം നിക്ഷേപിക്കാതെ വലിച്ചെറിഞ്ഞിരിക്കുന്ന കാഴ്ച അവിടെ കാണാൻ പറ്റും. പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ എല്ലാം. വേസ്റ്റ് ബിന്നുണ്ട്, നിക്ഷേപിക്കാൻ ആവശ്യത്തിന് സൗകര്യമുണ്ട്, പക്ഷെ പുറത്തു വലിച്ചെറിഞ്ഞിരിക്കുന്ന കാഴ്ച. 2 ദിവസം മുമ്പാണ് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചപ്പോൾ മനോഹരമായിട്ടുള്ള കടലിനോട് ചേർന്നുള്ള വാക്ക്വേയിൽ നടക്കാൻ പോയപ്പോൾ അവിടെയും ഇതേ കാഴ്ച കണ്ടു. അവിടെയും വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. നടക്കാൻ ധാരാളം പേര് അവിടെ വരാറുണ്ട്. അവരുപേക്ഷിച്ചിട്ട് പോയതാണ് എന്നത് വ്യക്തമാണ്. വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കില്ല, പുറത്തു വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് രാവിലെ പത്രത്തിൽ വായിച്ചൊരു വാർത്ത, കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ സ്ഥാപിച്ച 100-ലധികം വേസ്റ്റ് ബിന്നുകൾ എടുത്തു മാറ്റാൻ കലക്ടർ ഉത്തരവിട്ടു എന്നാണ്. കാരണം ജീവനക്കാർ തരംതിരിക്കാതെ ഈ മാലിന്യം കൊണ്ടുവന്ന് തള്ളാൻ തുടങ്ങി. പ്ലാസ്റ്റിക്കും ജൈവമാലിന്യവും എല്ലാം കൂടി ഒരുമിച്ച് തള്ളാൻ തുടങ്ങി. അപ്പൊ ഇതാണ് പൊതുവിലുള്ളൊരു ശുചിത്വ അവബോധം എന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മാതൃക NSS ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പൊ പുതിയ തലമുറയിലാണ് ഇനി പ്രതീക്ഷയുള്ളത്. മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിൽ മുതിർന്ന തലമുറയെ തിരുത്താൻ കഴിയുന്നത് പുതിയ തലമുറയ്ക്കാണ്. ഞാനിതൊട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിമാനമാണ് NSS. സേവന സന്നദ്ധതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഊട്ടി വളർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഒരു യഥാർത്ഥ സാമൂഹ്യ ജീവികളായി പരുവപ്പെടുത്തുന്നതിൽ NSS വഹിച്ചു പോരുന്ന പങ്കിനെ കുറിച്ച് ഇവിടെ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ്. നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ യുവജനങ്ങളുടെ കർമ്മശേഷിയും ഊർജ സമ്പത്തും എങ്ങനെ ക്രിയാത്മകമായി വിനിയോഗിക്കാം എന്ന ആലോചനയിൽ നിന്ന് പിറവി കൊണ്ടതാണ് NSS എന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള വളർച്ചയുടെ വഴികൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും സാമൂഹ്യ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്നതിനുമൊക്കെ എത്രയോ നല്ല നിലയിൽ NSSന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വാഭിമാനം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. ആ ചരിത്രത്തിന്റെ തിളങ്ങുന്ന ഒരു അധ്യായമായാണ് മാലിന്യ വിമുക്ത നവകേരളം ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് 3000 സ്നേഹാരാമങ്ങൾ കേരളത്തിൽ സജ്ജീകരിക്കുക എന്ന മഹാദൗത്യം NSS ഏറ്റെടുത്തിട്ടുള്ളത്. മാലിന്യങ്ങൾ വലിയ തോതിൽ കുമിഞ്ഞു കൂടി കിടന്നിരുന്ന 3000 കേന്ദ്രങ്ങളാണ് ഇതോടുകൂടി ഏറ്റവും മനോഹരമായ ഉദ്യാനങ്ങളുടെ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തെടുക്കപ്പെടുന്നത്. 2764ഓളം സ്നേഹാരാമങ്ങൾ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവ പൂർത്തീകരണ ഘട്ടത്തിലാണ്. തുടർന്ന് 3000 എന്നുള്ളത് 3500 ആക്കി മാറ്റണം എന്നുള്ളതാണ് NSS ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. ഞാൻ NSSന്റെ സംസ്ഥാന ഉപദേശക സമിതി യോഗത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന ഘട്ടം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ സഹകരിക്കാം എന്നുള്ളതിനെ കുറിച്ച്
സംസാരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പൊള്ളുന്ന പ്രശ്നം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 5 വർഷക്കാലം തൃശൂർ കോർപ്പറേഷന്റെ മേയറായി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും അധികം സമര പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിന്റെ മേഖലയിലാണ്. അന്ന് പട്ടണത്തോട് ചേർന്ന് കിടന്നിരുന്ന ലാലൂർ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ പേര്, ഒരു കൊച്ചു സ്ഥലത്തിന്റെ പേര് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ ഓർക്കുന്നുണ്ടായിരിക്കും. സ്ഥിരം പത്രമാധ്യമങ്ങളിൽ വന്നിരുന്ന ഒരു പേരാണ്. അവിടെ ഉണ്ടായിരുന്ന മാലിന്യ മല ഇടയ്ക്കിടെ കത്തുകയും ശ്വാസമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തു പോന്നിരുന്നു. അങ്ങനെ വലിയ പ്രശ്നമായിരുന്നു. മാലിന്യ സംസ്കരണം എന്നുള്ളത് കേരളത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ പട്ടണ പ്രദേശങ്ങളുടെ എത്ര വലിയ വേവലാതിപ്പെടുത്തുന്ന പ്രശ്നമാണ് എന്ന് അന്നേ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ആവശ്യപ്രകാരം സ്നേഹാരാമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായി ഏറ്റവും ഭംഗിയായി നിർവഹിക്കണം എന്നുള്ള ഇച്ഛാശക്തി തീർച്ചയായും നമ്മുടെ പ്രസ്ഥാനത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അത്യധികമായിട്ടുള്ള സന്തോഷമുണ്ട്. മാലിന്യ സംസ്കരണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമ്മുടെ NSS വിദ്യാർത്ഥികളെ നിയോഗിക്കണം എന്നുള്ളത് ആദ്യ യോഗത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മാലിന്യ സംസ്കരണം ഉത്തരവാദിത്തപൂർവം മാലിന്യ പരിപാലനം കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ അടയാളമാണ്. ആ ഒരു ആശയം ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനും പ്രചരണം നടത്തുന്നതിനും NSS നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളതാണ്. പാംഫ്ലെറ്റുകൾ തയ്യാറാക്കിയും മറ്റ് പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ തന്നെ ദത്ത് ഗ്രാമങ്ങളിലും മറ്റും ഈ അവബോധം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളതാണ്. ഇനിയും അതിന്റെ തുടർച്ച ഉണ്ടാകും എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് വാക്ക് നൽകാനുള്ളത്. അല്ലെ, മാലിന്യ അവരവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്വന്തം ജീവിതചര്യയുടെ ഭാഗമായിട്ടും സ്വന്തം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യം അവനവന്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ സംസ്കരിക്കും എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം പൊതുസമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് തീർച്ചയായും NSS പ്രവർത്തിക്കും. നമ്മുടെ മലയാളികളുടെ ഒരു അസുഖമായിരുന്നു നിംബി സിൻഡ്രോം എന്ന് വിളിക്കുന്ന ഒരു പ്രവണത, നോട്ട് ഇൻ മൈ ബാക്ക് യാർഡ് സിൻഡ്രോം. അവരവരുടെ വളപ്പില് ഇടാൻ വയ്യ, സംസ്കരിക്കാൻ വയ്യ, അത് വലിച്ചെറിഞ്ഞ് ഉത്തരവാദിത്തമില്ലാതെ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിലാക്കി അലക്ഷ്യമായിട്ട് തെരുവുമൂലയിലേക്ക് വലിച്ചെറിയുക എന്ന സ്വഭാവം, അത് വലിയ രീതിയിൽ മാറ്റി തീർക്കാൻ ഈ അടുത്ത കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിന്റെ തുടർച്ച നമുക്ക് ഉറപ്പാക്കണം. ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് മനോഹരമായ സ്നേഹാരാമങ്ങളായി അവ മാറ്റാൻ NSS ഉണ്ടാകും, നമ്മൾ ഉണ്ടാകും എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് നമുക്ക് പറയാനുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏറ്റെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഡിജിറ്റൽ സാക്ഷരത കേരള സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും നൽകുക എന്നുള്ളത്. ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറാൻ തയ്യാറെടുക്കുകയാണ് നമ്മൾ. ആ പ്രവർത്തനത്തിലും NSSന്റെ വലിയ രീതിയിലുള്ള സഹകരണങ്ങൾ ഈ സന്ദർഭത്തിൽ നാം അദ്ദേഹത്തിന് ഉറപ്പുകൊടുക്കുകയാണ്. ഇനിയും ഡിജിറ്റൽ സാക്ഷരത ലഭ്യമല്ലാത്ത പ്രായം ചെന്നവരെയൊക്കെ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് NSS കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മറ്റ് അനുബന്ധ അംഗീകാരങ്ങളും നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ് എന്ന് കൂടി ഇവിടെ അറിയിക്കുകയാണ്. ഒട്ടനവധി മേഖലകളിൽ സർക്കാരിന്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി NSS സഹകരിക്കുന്നുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ ജീവൻ രക്ഷാ പദ്ധതിയായിട്ടുള്ള VCare പദ്ധതിയിലേക്ക് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ, ഓപ്പറേഷനുകൾ ഇതൊക്കെ അഭിമുഖീകരിക്കാൻ ധനപരമായിട്ടുള്ള സ്ഥിതിയില്ലാത്തവർക്ക് സഹായം നൽകുന്ന VCare പദ്ധതിയിലേക്ക് വലിയൊരു തുകയാണ് NSSലൂടെ സമാഹരിച്ച് നൽകാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞ ഭിന്നശേഷിക്കാർക്കുള്ള UDID കാർഡുകൾ, യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന പരിപാടിയുടെ സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതിന്റെ രജിസ്ട്രേഷനായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും NSS
പങ്കെടുക്കും എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പരിശീലന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാത്തിന്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വയോജന പരിപാലനം പോലെയുള്ള മേഖലകളിൽ വൃദ്ധജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ തലമുറകൾ തമ്മിലുള്ള വിടവ് നികത്തുന്ന പ്രവർത്തനങ്ങൾ NSS സംഘടിപ്പിക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ ആവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ദത്ത ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനുമൊക്കെ വളരെ സാർത്ഥകമായിട്ടുള്ള ഇടപെടലുകൾ NSSന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സമഭാവനയിൽ അധിഷ്ഠിതമായ ഒരു വികസിത നവകേരളം കെട്ടിപ്പടുക്കുക എന്ന സ്നേഹാർദ്രമായിട്ടുള്ള സ്വപ്നം പൂവണിയുന്നതിന് NSSന്റെ ഭാഗത്ത് നിന്ന് വലിയ സംഭാവനകളാണ് നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹഭവനങ്ങൾ 1000 വീടുകളാണ് നമ്മൾ ഈ വർഷം വച്ചു നൽകുന്നത്. ലൈഫ് പദ്ധതിയിൽ സാങ്കേതികമായ കാരണങ്ങളാൽ ഉൾപ്പെട്ടു പോകാത്ത കുടുംബങ്ങളെ അവർക്ക് ഭദ്രമായിട്ടുള്ള വീടുകൾ വെച്ച് നൽകി ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം എന്ന ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാരുമായി കൈകോർത്ത് പിടിക്കുകയാണ് NSS. ഞാൻ എല്ലാ പദ്ധതികളെ കുറിച്ചും വിശദീകരിക്കുന്നില്ല. ഈ സ്നേഹാരാമങ്ങൾ ഒരുക്കുന്നതിന് മുൻകൈയെടുത്ത എല്ലാ NSS വോളണ്ടിയേഴ്സിനെയും ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 3000-ഓളം കേന്ദ്രങ്ങളിൽ 3.5 ലക്ഷത്തോളം NSS വോളണ്ടിയർമാർ ഈ വലിയ പ്രചാരണ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ വിമൻസ് കോളേജ് തയ്യാറാക്കിയ സ്നേഹാരാമമാണ് നാം എല്ലാവരും ചേർന്ന് ഇതിന് തൊട്ട് മുൻപായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം പട്ടണത്തിലും NSSന്റെ വിവിധ യൂണിറ്റുകൾ സമാനമായ രീതിയിൽ സ്നേഹാരാമങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഹാളിനുള്ളിലിരിക്കുന്ന മുഴുവൻ മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള NSS വോളണ്ടിയേഴ്സിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ഹൃദ്യമായ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു.